പിന്നെ ഞാൻ പലപ്പോഴായിട്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ കേട്ട ഒരു കാര്യമാണ്, പെൺകുട്ടികൾ എപ്പോഴും ദേ ലോങ് ഫോർ ലവ്, ലൈക്ക് അറ്റൻഷൻ, ലവ് അറ്റൻഷൻ അങ്ങനെ കിട്ടണം, അല്ലെങ്കിൽ അവര് ഭയങ്കര അത് കിട്ടുന്നിടത്തേക്ക് തേടി പോവും, അങ്ങനത്തെ രീതിയിൽ. അങ്ങനെയാണ് പലപ്പോഴും ഈ ഓൺലൈൻ കാമുകന്മാർ അങ്ങനത്തെ സാധനങ്ങൾ, ഓൺലൈൻ കാമുകന്മാർ കേട്ടിട്ടില്ല കേട്ടോ, അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോണതും കുറെ ഇഷ്യൂസിലോട്ട് ചെന്ന് പെടുന്നതെന്നൊക്കെ, അത് ശരിക്കും ഉള്ളതാണ്. എനിക്ക് ശരിയായിരുന്നു. കാരണം ലവ്, ഞാൻ ചില സമയത്ത് സെഷൻസിലേക്ക് ചോദിക്കും ഇമോഷൻസ് എത്ര ഉണ്ടെന്ന് അറിയാവുന്ന, ഇമോഷൻസ് ഏതൊക്കെയാന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ സങ്കടം, ദേഷ്യത്തിന്റെ കൂടെ പറയുന്ന ഒരു സാധനമാണ് ലവ് എന്ന്. നമ്മള് ബേസിക്കലി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ലവ് ഒരു ഇമോഷൻ അല്ല. ലവ് എന്ന് പറയുന്നത് സൈക്കോളജിയിൽ കാണപ്പെടുന്ന ഒരു നീഡായിട്ടാണ്. അതായത് നീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഭക്ഷണം, വെള്ളം, ഇതൊക്കെ നമുക്ക് നീഡഡ് ആണ്. നമ്മുടെ ഫിസിയോളജിക്കൽ ബോഡി ജീവിച്ചിരിക്കാൻ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ് സ്നേഹം. സ്നേഹം എല്ലാവർക്കും ഒരു ആവശ്യമാണ് ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ. അതിനങ്ങനെ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ആണുങ്ങളോട് ചോദിച്ചു നോക്കി, അവരെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടമാണോന്ന്. എല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അങ്ങോട്ട് സ്നേഹിക്കും. നറിഷ്മെന്റ് നീഡും ഉണ്ട്. അതായത് നന്നായിട്ട് നമുക്ക് സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വലിയൊരു ആവശ്യമായി മാറുകയാണ് ഇനി ഇത് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഞാനൊരു കസേരയിലിരുന്ന് സ്നേഹ റിസീവർ മാത്രമല്ല, വി ഓൾ ഹാവ് ദ നീഡ് ടു നറിഷ് ആസ് വെൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു നീഡ് തന്നെയാണ്. അല്ലാതെ അപ്പൊ ഓൺലൈൻ കാമുകന്മാരെ തേടി പോകുന്ന അവരോട് നമ്മൾ പ്രത്യേകം എടുത്ത് ചോദിക്കുന്നു, എന്താ നിങ്ങളുടെ വീട്ടിൽ എന്താ പ്രശ്നമുണ്ടോ, സ്നേഹം കിട്ടാത്ത അവസ്ഥയുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ഇവരിങ്ങനെ തേടി പോകുമ്പോ വരുന്ന കാമുകൻ, അയാൾ എന്താ വരുന്നത്, അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ബേസിക്കലി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വീട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കണമെന്ന് അന്വേഷിക്കാലോ. അപ്പൊ ആ ഒരു സംഭവത്തിന് സൊല്യൂഷനും കിട്ടും. അതെ, അവര് സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അവരൊരിക്കലും അത് വേറൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. പ്രായമാകുമ്പോൾ ഓരോരുത്തർ സ്നേഹിക്കാത്ത